എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 40 വയസ്സിന് മുകളിലേക്ക് പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് എന്ന വിഷയം. ധാരാളം പേര് വിവിധമായ ചികിത്സകൾ ചെയ്യുന്നുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, എംബ്ലോയിസേഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിവിധമായിട്ടുള്ള തെറാപ്പികൾ നമുക്ക് സുലഭമായിട്ട് ലഭ്യമാണ്. എന്നാൽ ഇതെല്ലാം ചെയ്താലും, എല്ലാ തെറാപ്പികൾ ചെയ്താലും നമുക്കിതിൽ നിന്നൊരു ശാശ്വത പരിഹാരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് ഇതിന് ചികിത്സ ചെയ്യേണ്ടത്, ഈ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ചികിത്സ വളരെ കൃത്യമായിട്ട് നമുക്കതിൻ്റെ ചികിത്സ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പുരുഷ ശരീരത്തിൽ കണ്ടുവരുന്ന ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ചിലർ പറയും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് കളയാം എന്ന് പറയും. നമുക്കങ്ങനെ എടുത്തു കളയാൻ പറ്റുന്ന ഒരു ഗ്രന്ഥി അല്ല പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതിന് ധാരാളം ഫങ്ഷനുണ്ട്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രധാന ഫങ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് ഫങ്ഷനുണ്ട്. എന്നാലും അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആസ് എ വാൽവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെയായിട്ട് ഒരു വാൽവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ മൂത്രം ഫില്ലായിട്ട് സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്. ആ മൂത്രം നിറയുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള അർജ് വരികയും നമ്മൾ മൂത്രം ഒഴിക്കാനായിട്ട് പോകുമ്പോൾ ഈ വാൽവ് ഓപ്പൺ ആയിട്ടാണ് നമുക്ക് മൂത്രം ഒഴിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥി ഉള്ളത് കൊണ്ടാണ് നമുക്ക് മൂത്രം വാസ്തവത്തിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥി എടുത്തു കളഞ്ഞാൽ നമുക്ക് അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ. നമ്മൾ പുറത്ത് യൂറിൻ കളക്റ്റിംഗ് ബാഗ് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നിസ്സാരമായിട്ട് എടുത്തു കളയാൻ പറ്റുന്ന ഒരു ഗ്രന്ഥിയല്ല. മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഇമേജിൽ കാണുന്ന സ്ക്രീൻ കാണുമ്പോൾ നമുക്ക് 2 ഇമേജ് കാണാനായിട്ട് സാധിക്കും. ഒന്ന് നോർമൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും യൂറിനറി ബ്ലാഡറും കാണാനായിട്ട് സാധിക്കും. വലത്തെ സൈഡിൽ നമുക്ക് വീക്കം വന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും അതേപോലെ തന്നെ യൂറിനറി ബ്ലാഡറും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു നോർമൽ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യൂറിനറി ബ്ലാഡർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ഫണൽ ഷേപ്പിലാണ് അതിരിക്കുന്നത്. ഈ ഫണൽ ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മൂത്രം അവിടെ ഫില്ലാകുകയും നിറഞ്ഞു വരുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ഫീൽ വരികയും നമ്മൾ മൂത്രം ഒഴിക്കുന്നു. ആ ഒഴിക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രഷറിലാണ്, ബ്ലാഡറിൽ നിൽക്കുന്ന വെള്ളത്തിൻ്റെ പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂത്രം ഒഴിക്കുന്നത്. അല്ലാതെ അവിടെ നമുക്ക് മൂത്രം ഒഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേക പമ്പോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ വെള്ളത്തിൻ്റെ പ്രഷറിലാണ് നമ്മൾ മൂത്രം ഒഴിക്കുന്നത്. ഈ ബ്ലാഡർ ഫണൽ ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് എംറ്റി ആയിട്ട് ബ്ലാഡർ എംറ്റി ആകുന്നവരെ യൂറിൻ നമുക്ക് ഡ്രെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. എന്നാൽ നമ്മൾ പ്രോസ്റ്റേറ്റിന് വീക്കം വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്നപ്പോൾ നമ്മുടെ ബ്ലാഡറിൻ്റെ ഷേപ്പ് ഫ്ലാറ്റായിപ്പോയി. ഫണൽ ഷേപ്പിലിരിക്കേണ്ട ബ്ലാഡർ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഫ്ലാറ്റായി പോയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഫ്ലാറ്റായി പോയപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ യൂറിൻ ഫില്ലാവുമ്പോൾ നോർമലി സാധാരണ പോലെ തന്നെ മൂത്രം നിറയുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ഫീൽ വരുന്നു. നമ്മൾ മൂത്രം ഒഴിക്കാനായിട്ട് നിൽക്കുന്നു. എന്നാൽ ഇവിടെ ഈ ഫണൽ ഷേപ്പ്, വെള്ളത്തിൻ്റെ പ്രഷർ നമുക്കിവിടെ കിട്ടത്തില്ല. അല്പം മൂത്രം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കംപ്ലീറ്റ് പ്രഷർ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മൂത്രത്തിൻ്റെ ഫ്ലോ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുന്ന ഒരു രോഗി യൂറിൻ ഫ്ലോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ കുറഞ്ഞു പോകുന്നത്. എപ്പോഴും അവർക്ക് ഫ്ലോ കുറവായിരിക്കും, പ്രഷർ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാഡറിൻ്റെ ഷേപ്പ് മാറിയതാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് ഈ രോഗികളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ റീസണാണ് ഇവർക്ക് മൂത്രം ഫ്രീക്വൻ്റായിട്ട് മൂത്രം ഒഴിക്കേണ്ടതായിട്ട് വരും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്ലാഡറിൽ നമ്മൾ പറഞ്ഞ് ഈ ബ്ലാഡർ കംപ്ലീറ്റ് ഇവർക്ക് എംറ്റി ആവത്തില്ല. പകുതി യൂറിൻ പോകുമ്പോഴത്തേക്ക് ഇവരുടെ ഫ്ലോ നിന്ന് ഇവർ മൂത്രം ഒഴിക്കൽ നിൽക്കും. അപ്പോൾ ഇവർ വീണ്ടും തിരികെ പോവും.
വളരെ വേഗത്തിൽ തന്നെ ഇവരുടെ ബ്ലാഡർ വീണ്ടും ഫില്ലാവും. അപ്പോൾ ഇവർക്ക് വീണ്ടും മൂത്രം ഒഴിക്കണം എന്നുള്ള ഫീൽ വരും. അതുകൊണ്ടാണ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർക്ക് യൂറിനേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ പറഞ്ഞു ഈ മൂത്രം എപ്പോഴും ഇവരുടെ ബ്ലാഡറിൽ കെട്ടിക്കിടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം യൂറിൻ ഒഴിക്കുകയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഫ്രഷ് യൂറിൻ ആയിക്കോണമെന്നില്ല ഇവർ ഒഴിക്കുന്ന യൂറിൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പഴയ മൂത്രം മിക്സ് ആയിട്ടായിരിക്കും ഇവർക്ക് യൂറിൻ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മൂത്രത്തിന് ബാഡ് സ്മെല്ല് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ മൂത്രത്തിന് ബാഡ് സ്മെല്ല് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ യൂറിൻ ബ്ലാഡറിൽ കെട്ടിക്കിടന്ന് ലേറ്റ് ആയിട്ടാണ് മൂത്രം എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മെല്ലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇനി നാലാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മൾ പറഞ്ഞു യൂറിനറി ബ്ലാഡറിൽ മൂത്രം റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇവരുടെ ബ്ലാഡറിൻ്റെ ലോവർ മസിൽസിൽ നീർക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നീർക്കെട്ട് വന്ന് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ നമ്മുടെ ബ്ലാഡർ എന്ന് പറയുന്നത് ഒരു ബലൂൺ പോലെയാണ്. മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ ഷ്രിങ്ക് ആവും. മൂത്രം നിറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഫില്ലായിട്ട് വരും, വീർത്ത് വരും. അപ്പോൾ ഈ എക്സ്പാൻഡ് ആകുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നീർക്കെട്ടുണ്ടാകുമ്പം ഈ ബ്ലാഡറിൻ്റെ വോളിന് നീർക്കെട്ട് വരുമ്പോൾ ഇത് എക്സ്പാൻഡ് ആകുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും. സാധാരണ നിലയിൽ ഒരു വ്യക്തിക്ക് മൂത്രം നിറയുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ഫീലാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, മൂത്രം ഒഴിക്കണം എന്നുള്ള ഫീലോടുകൂടി അടിവയറിന് വേദനയും ഉണ്ടാവും. മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ ആ വേദന മാറുകയും ചെയ്യും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡറിന് നീർക്കെട്ട് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം ഇതും പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു റീസണാണ്. ഇനി അടുത്ത് നമുക്ക് ഈ ഇമേജിൽ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ ബ്ലാഡറിൽ നിന്ന് താഴോട്ട് പുറത്തേക്ക് വരുന്ന ട്യൂബ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നോർമൽ ട്യൂബിനേക്കാളിലും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വന്നപ്പോൾ ആ ട്യൂബിനെ നാരോ ആക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്നപ്പോൾ ഈ ട്യൂബിനെ ജാമാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ സമയമെടുക്കും മൂത്രം ഒഴിക്കാനായിട്ട്. നോർമൽ ട്യൂബിനേക്കാളിലും ട്യൂബിന് വലിപ്പം കുറവായതുകൊണ്ട് ടൈം കൂടുതൽ എടുത്തിട്ട് വേണം ഇവർക്ക് യൂറിനേഷൻ ചെയ്യുവാനായിട്ട്. അപ്പം ഇവർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ സമയം കൂടുതൽ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ട്യൂബ് ടൈറ്റാക്കി ജാമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സമയം കൂടുതൽ എടുക്കുന്നത്. ഇനി അടുത്ത ഒരു പ്രശ്നം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഈ ബ്ലാഡറിൻ്റെ സൈഡിൽ ഒരു ചാനൽ സെപ്പറേറ്റ് ഒരു ചാനൽ കാണുന്നുണ്ട്. ഈ ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ബീജം പുറത്തേക്ക് വരുന്നതാണ്. അപ്പം ബീജം ഒരു സ്റ്റോർ ഏരിയ ഉണ്ട് അവിടെ. ആ സ്റ്റോർ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റൂട്ടാണ് നമുക്ക് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ റൂട്ട് എന്ന് പറയുന്നത് ഇതും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തന്നെയാണ് ഇതിനെയും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. അപ്പം ബീജം പുറത്തേക്ക് വരാതെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തന്നെയാണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീജവും പിന്നെ ഇവിടെ എന്ത് ചെയ്യത്തില്ല, സ്റ്റോർ ചെയ്യത്തില്ല, പുറത്തേക്ക് ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ബീജത്തെയും നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്, ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. അപ്പോൾ ഈ ട്യൂബിനെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നോർമൽ പിക്ചറിലുള്ള ട്യൂബും വീക്കം വന്നപ്പോൾ ഉള്ള ട്യൂബ് തമ്മിൽ ഡിഫറൻസ്, അതിനെ ജാമാക്കി ചെറുതാക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ബീജം പുറത്തേക്ക് വരത്തില്ല, ഒട്ടും തന്നെ വരത്തില്ല. ഇനി വരുവാണെങ്കിൽ തന്നെ വളരെ കുറച്ച് അല്പമേ വരുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ട്യൂബിനെ ജാമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇങ്ങനെയുള്ളവർ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ബീജം വെളിയിലോട്ട് വരുന്ന സമയത്ത് ഇവർക്ക് പെനീസിൻ്റെ അഗ്രഭാഗത്ത് കടച്ചിലും പുകച്ചിലും ബേണിങ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ആ ട്യൂബിനെ കംപ്രസ് ചെയ്ത് ജാമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് യൂറിൻ ഒഴിക്കുമ്പോൾ അധിക സമയം വേണ്ടി വരും, ഒരു എക്സ്ട്രാ പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ പ്രഷർ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ അവിടുത്തെ മസിലിന് കടച്ചിലും പുകച്ചിലും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത്രയും പ്രശ്നങ്ങളാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് നമുക്കുണ്ടാകുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനുള്ള ചികിത്സയെപ്പറ്റി നമുക്കിനി നോക്കാം. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്നതും എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനുള്ള ചികിത്സയിലേക്ക് പോകാം. ചികിത്സയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ധാരാളം കമ്പനി മെഡിസിൻസ് അവൈലബിൾ ആണ്. ഈ മെഡിസിൻ എല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ റിലാക്സിങ് മെഡിസിനാണ്. ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇങ്ങനെ ടൈറ്റായിട്ട് ജാമാക്കി വെച്ച്
കഴിച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് മൂത്ര തടസ്സവും പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. നമ്മൾ ഈ ഗുളിക കഴിക്കുമ്പോൾ ഈ മസിൽ ലൂസാവും, ബലം നഷ്ടപ്പെട്ട പോലെ ഫ്രീ ആവും. അങ്ങനെ ഫ്രീ ആവുമ്പോൾ നമുക്ക് മൂത്രം ഫ്രീ ആയിട്ട് തടസ്സമില്ലാതെ പോരും. അതാണ് നമുക്ക് ഈ ഗുളിക കഴിക്കുമ്പോൾ കിട്ടുന്ന ഏക ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ മരുന്ന് നിങ്ങൾ എത്ര വർഷം കഴിച്ചാലും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ചെറുതാവുകയോ അത് ചുരുങ്ങുകയോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ മരുന്ന് കഴിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മാറില്ല, നിങ്ങളിത് ദീർഘകാലം കഴിക്കേണ്ടി വരും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ മരുന്ന് നിങ്ങൾ കഴിക്കുന്ന ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വീക്കത്തെ കുറയ്ക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവറി 6 months അല്ലെങ്കിൽ എവറി ഇയറിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വർഷത്തെ പ്രോസ്റ്റേറ്റ് സൈസ് നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പം നെക്സ്റ്റ് ഇയറിൽ അത് വീണ്ടും വലുതായി സൈസ് ഗ്രോത്ത് വലുതായിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ സൈസ് ഗ്രോ ആയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ ഇതിൻ്റെ വീക്കത്തെ കുറയ്ക്കുകയോ വീക്കത്തെ ചെറുതാക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് ജസ്റ്റ് മസിൽ റിലാക്സിങ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മെഡിക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൂത്ര തടസ്സം മാറിക്കിട്ടും. പക്ഷേ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും സ്റ്റിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം വീക്കം കുറയാത്തതുകൊണ്ട് ബ്ലാഡറിൻ്റെ ഷേപ്പ് മാറുന്നില്ല, അതുകൊണ്ട് ഫ്രീക്വൻ്റായിട്ട് യൂറിനേഷൻ നിങ്ങൾക്കുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം, മൂത്രത്തിൻ്റെ ഫ്ലോ കുറവുണ്ടാവും, ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. ആകെ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന ഏക പ്രയോജനം എന്ന് പറയുന്നത് മൂത്രത്തിൻ്റെ തടസ്സം നിങ്ങൾക്ക് മാറിക്കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മെഡിസിൻ കഴിക്കുന്ന കാര്യം പറഞ്ഞു. മരുന്ന് കഴിക്കും, മസിൽ റിലാക്സിങ് മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മുടെ സിംറ്റംസ് ഒന്നും മാറുന്നില്ല, നമ്മുടെ വീക്കം ചെറുതാകുന്നില്ല, മസിൽ ലൂസാകുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പം വേറൊരു പ്രശ്നമുണ്ട്. ഈ ഏരിയയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മാത്രമല്ല ഇത് ചെറുതാക്കുന്നത്, ആ ഏരിയയിലുള്ള എല്ലാ മസിലിനെയും ഇത് ലൂസാക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ധാരണശേഷി കുറഞ്ഞു പോകുവാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മരുന്ന് കഴിക്കുമ്പോൾ പലർക്കും ശാരീരികമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കാതെ വരുന്നതും ആ മരുന്നിൻ്റെ പ്രശ്നമാണ്. പലരും ചിന്തിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് സംഭവിച്ചതാണെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ പ്രോബ്ലമാണ്. നിങ്ങൾ മരുന്ന് മസിൽ റിലാക്സിങ് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബലക്ഷയം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഡോക്ടേഴ്സ് പറയും നമുക്ക് ഈ മരുന്നിൽ നിങ്ങൾക്ക് കൺട്രോൾ ആകുന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്, ഓപ്പറേഷനിലേക്ക് പോകാം എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പൂർണ്ണമായിട്ട് എടുത്തു കളയുമായിരുന്നെങ്കിൽ നമുക്ക് പണി എളുപ്പമുണ്ടായിരുന്നു. എന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എടുത്തു കളയാൻ പറ്റുന്ന ഒരു ഓർഗൻ അല്ല പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളെ പിക്ചറിൽ കണ്ടതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗം സ്ക്രാപ്പ് ചെയ്യത്തേ ഉള്ളൂ. ഇങ്ങനെ മുകൾ ഭാഗം സ്ക്രാപ്പ് ചെയ്യുമ്പം ബ്ലാഡറിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവും, നമ്മുടെ ട്യൂബ് ക്ലിയർ ആവും, തടസ്സം മാറിക്കിട്ടും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും. സർജറി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 6 months അല്ലെങ്കിൽ വിത്തിൻ എ ഇയറിൽ നമുക്ക് ഈ സ്ക്രാപ്പ് ചെയ്തെടുത്ത് ഇത് വീണ്ടും ബൾജ് ചെയ്ത് വരും, വീണ്ടും വീക്കം വരും, വീണ്ടും നമ്മുടെ ബ്ലാഡറിൻ്റെ ഷേപ്പ് മാറും, വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെയാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സിംറ്റമാറ്റിക് റിലീഫും ഉണ്ടാവും. പക്ഷേ വിത്തിൻ എ 6 months അല്ലെങ്കിൽ വിത്തിൻ എ ഇയറിൽ അത് വീണ്ടും നമുക്ക് ആ രോഗം അതേപോലെ തന്നെ തിരികെ വരുവാനായിട്ട് ഇടയാകും. അതുമാത്രമല്ല ഈ സർജറി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് ഇറക്ഷൻ പ്രോബ്ലം ഉണ്ടാവും. ഉദ്ധാരണശേഷി പിന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് സാധാരണ നിലയിൽ 60+ അല്ലെങ്കിൽ 65-60 years ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർജറി അഡ്വൈസ് ചെയ്യാറുള്ളൂ. അതുവരെ നിങ്ങൾ മരുന്നൊക്കെ കഴിച്ച് മുമ്പോട്ട് പോ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നിലവിലുള്ള സംവിധാനത്തിൽ മെഡിസിൻ കൊണ്ട് നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കുന്നില്ല, ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് ശാശ്വത പരിഹാരം ലഭിക്കുന്നില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ, മറ്റ് പുതിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കൂടുക എന്നല്ലാതെ നമുക്കിതിനൊരു പരിഹാരം ലഭിക്കുന്നില്ല. എന്നാൽ ഇപ്പം നൂതന സാങ്കേതിക ചികിത്സ വന്നിട്ടുണ്ട്, എംബോളൈസേഷൻ എന്നുള്ള ചികിത്സാ രീതി വന്നിട്ടുണ്ട്. ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ നമ്മുടെ രക്തക്കുഴലിലൂടെ കടത്തിവിട്ട് അവിടുത്തെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യുന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്നാൽ അത് ചികിത്സ ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്നൊരു ശാശ്വത പരിഹാരം ലഭിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്നത് എംബോളൈസേഷൻ ചെയ്ത് അതിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക്
അതിൻ്റെ വീക്കം ചെറുതാകുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവർ അഡ്വൈസ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗനിലേക്ക് നമുക്കൊരു ബ്ലഡ് സപ്ലൈ നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ കയ്യിലേക്ക് ഒരു ബ്ലഡ് സപ്ലൈ അല്ല ഉള്ളത്, മെയിനായിട്ട് ഒരു സപ്ലൈ ഉണ്ടാവും, എന്നാൽ ധാരാളം ചെറു സപ്ലൈസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സപ്ലൈ ബ്ലോക്ക് ആയാൽ തീർച്ചയായിട്ടും എൻ്റെ ശരീരം എന്ത് ചെയ്യും, മറ്റ് ഉള്ള സപ്ലൈസിനെ ബലപ്പെടുത്തുകയും ദൃഢപ്പെടുത്തുകയും അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്താൽ തീർച്ചയായിട്ടും മറ്റനേകം ചെറു സപ്ലൈകളെ ബലപ്പെടുത്തി എന്ത് ചെയ്യും, ശരീരം അതിനെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കം ചെറുതാവില്ല. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് പ്രയോജനപ്പെടും. ഈ എംബോളൈസേഷൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ഗ്രോത്തിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, തടയിടാനായിട്ട് സാധിക്കും. അതിന് നല്ലതാണ്. പക്ഷേ എന്നാൽ അത് ചുരുങ്ങിപ്പോകും അല്ലെങ്കിൽ ചെറുതാകും എന്നൊന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു ഓർഗനിലേക്ക് ഒരു സപ്ലൈ മാത്രമല്ല ഉള്ളത്, ധാരാളം സപ്ലൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെറുതാവില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ അതിശക്തമായിട്ടുള്ള ഗ്രോത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ നല്ലത് തന്നെയാണ് എംബോളൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എംബോളൈസേഷൻ ചെയ്തു എന്ന് കരുതി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള റിലീഫ് ലഭിക്കില്ല. നിങ്ങൾക്ക് മരുന്ന് വീണ്ടും തുടരേണ്ടതായിട്ട് വരും. ഈ രീതിയിലുള്ള ചികിത്സാ രീതികൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് നിലവിലുള്ള യാതൊരു സംവിധാനം കൊണ്ടും നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ശാശ്വത പരിഹാരം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നമുക്ക് ആയുർവേദ ചികിത്സയിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ 2012 തൊട്ട് ഞാൻ എൻ്റെ പ്രോസ്റ്റേറ്റ് രോഗികളെ ചികിത്സിക്കുന്നതാണ്. എൻ്റെ രോഗികൾ ഞാൻ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ മെഡിസിൻ നൽകി എവറി 2 മന്ത്സിൽ നമ്മൾ സ്കാൻ ചെയ്ത് റിസൾട്ട് നോക്കുമ്പോൾ അതിൻ്റെ വീക്കം ചെറുതാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ചെറുതാകുകയും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബ്ലാഡറിൻ്റെ ഷേപ്പ് എല്ലാം ബാക്ക് ടു നോർമൽ, പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സിംറ്റമാറ്റിക് റിലീഫും നിങ്ങൾക്ക് കിട്ടും. എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അത് സസ്റ്റെയിൻ ചെയ്ത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റ് പ്രശ്നവുമായിട്ട് നിങ്ങൾ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, നമുക്ക് നാച്ചുറലായിട്ട് തന്നെ അതിനെ റിക്കവർ ചെയ്യാനായിട്ടുള്ള പരിഹാരത്തിനുള്ള ഓപ്ഷനുണ്ട്, അതിനുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിന് നിങ്ങൾ കൂടുതൽ കാലം മരുന്ന് കഴിച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എവറി 2 മന്ത്സിൽ നിങ്ങൾക്ക് തന്നെ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഗ്രോത്തിൽ വരുന്ന കുറവ് നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളും അതിനുള്ള ചികിത്സാ രീതികളെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.